യുകെയിലെ ഒരു സ്റ്റേറ്റായ സ്കോട്ട്ലൻഡിലെ ഇൻവർനസ് എന്ന സ്ഥലത്തെ എയർബിഎൻബി വീടിൻ്റെ ഹോം ടൂറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഐഡിയാസ് ഓഫ് തെരേസയിലേക്ക് സ്വാഗതം. ലണ്ടനേക്കാൾ കുറച്ച് തണുപ്പ് കൂടുതലും അതുപോലെ പ്രകൃതി ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ ഇൻവർനസിലേക്ക് ഞങ്ങൾ ഗ്ലാസ്ഗോയിൽ നിന്ന് റെൻ്റ് കാർ എടുത്താണ് പോയത്. ഗ്ലാസ്ഗോയിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയാണ് ഇൻവർനസിലേക്ക് ഉണ്ടായിരുന്നത്. ഗ്ലാസ്ഗോയിൽ നിന്ന് ഇൻവർനസിലേക്ക് ഈവനിംഗ് ആണ് ഞങ്ങൾ പുറപ്പെട്ടത്. 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇൻവർനസിലെ രാത്രി 8:45 ഞങ്ങൾ എത്തിയത്. പക്ഷേ രാത്രി 8:45 ഇവിടെ നല്ല വെളിച്ചം തന്നെയാണ് കേട്ടോ. അതായത് രാത്രി 10 മണിക്ക് ഇവിടെ ഇരുട്ടാവുകയുള്ളൂ. ആദ്യം ഈ വീടിൻ്റെ ചുറ്റുഭാഗമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത്. സാധാരണ ഞങ്ങൾ ഹോട്ടലുകളാണ് യുകെയിൽ വരുമ്പോൾ ബുക്ക് ചെയ്യാറ്. ഇത്തവണ അങ്ങനെ ആദ്യമായിട്ട് എയർബിഎൻബി എക്സ്പീരിയൻസ് ചെയ്തു. നമ്മുടെ നാട്ടിലെ ഹോം സ്റ്റേ എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് എയർബിഎൻബി എന്ന് പറയുന്നത്. ഇതുവരെ താമസിച്ചതിൽ ഞങ്ങൾക്ക് ഹോട്ടലിനേക്കാൾ എയർബിഎൻബി ആണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. അതായത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഹോട്ടലിനേക്കാൾ റേറ്റും കുറവായിട്ടുള്ളതാണ് ഇവിടുത്തെ ഹോം സ്റ്റേകൾ. ഇവിടുത്തെ ഫീൽഡാണിത്. ഇവിടെ ധാരാളം ചെമ്മരിയാടുകളെയും പശുക്കളെയും നമുക്ക് കാണാം. അതുപോലെ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന വീടിന് സോളാർ വഴിയാണ് കറണ്ട് ലഭിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. ഇനി ഈ വീടിനെ കുറിച്ച് പറയാം. ഈ വീടിൻ്റെ പേര് റുവാന എന്നാണ്. ഈ ഭാഗത്ത് വീടിൻ്റെ ഗാരേജാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡിലാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അത് നല്ല മനോഹരമായി അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഒരു പൂച്ചെടികൾ കൊണ്ടും ഇലച്ചെടികൾ കൊണ്ടും മനോഹരമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഭാഗത്ത് വീടിൻ്റെ ഉടമസ്ഥരും മറ്റേ ഭാഗത്ത് ഞങ്ങളുമാണ് താമസിച്ചിരുന്നത്. അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇത് സീ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. ഇനി ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു സ്ലൈഡ് ഡോറാണ് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഹോളാണ് കാണുന്നത്. ആ ഹോളിൻ്റെ ഈ സൈഡിൽ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റീവ് പീസസും അതുപോലെ ബുക്സൊക്കെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചുമരിൽ പെയിൻറ്റിങ്ങുകളുണ്ട്. പിന്നെ ഇതൊരു ഹീറ്ററാണ്. ഇവിടെ സാധാരണ തണുവിന് എല്ലാ വീടുകളും യൂസ് ചെയ്യുന്ന ഹീറ്ററാണിത്. പിന്നെ ഇത് ഒരു സോഫ. ഇനി ഈ ഹോളിൻ്റെ ഈ സൈഡിൽ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സൗകര്യത്തോടും കൂടിയ കിച്ചൺ തന്നെയാണ് ഇവിടെയുള്ളത്. കെറ്റിൽ, ടോസ്റ്റർ, മൈക്രോവേവ് ഓവൻ, അങ്ങനെ എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. പിന്നെ ഷെൽഫിൽ അഞ്ചിങ് ഒരു സൈഡിൽ ഗ്ലാസ്സുകളും മഗ്ഗുകളും, പിന്നെ നെക്സ്റ്റ് സൈഡിൽ പ്ലേറ്റുകളും ബൗളുകളും വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ ഫ്രിഡ്ജാണ്. താഴെ ഇതിൻ്റെ ഫ്രീസറുള്ളത്. പിന്നെ ഷെൽഫിൽ ചായപ്പൊടി, കാപ്പിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, ഓയിൽ ഒക്കെ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റൗവിൻ്റെ താഴ്ഭാഗം, ഇലക്ട്രിക് സ്റ്റൗവാണുള്ളത്. പിന്നെ ഇതൊരു ഡിഷ് വാഷറാണ്.
പിന്നെ അടുത്ത ഷെൽഫിൽ വേസ്റ്റ് ഇടാനുള്ളത്, പിന്നെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളും 2 ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡബിൾ കോട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വായിക്കാൻ കുറച്ച് ബുക്കുകൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ടുള്ള ബുക്കുകളും ഇതിൻ്റെ കൂടെയുണ്ട്. പിന്നെ ഇതൊരു ഇലക്ട്രിക് ഫയർ പ്ലേസ് ആണ്. ഇത് നല്ല തണുപ്പ് വരുന്ന സമയത്ത് ഇത് ഓണാക്കിയ നല്ല ചൂട് നമുക്ക് കിട്ടും. -ഡിഗ്രിയുള്ള സമയത്ത് ഇതും കൂടി ഓണാക്കണ്ടോ, അല്ലെങ്കിൽ മറ്റേത് മാത്രം മതിയാവും. അപ്പോൾ ഇതൊരു മോഡേൺ ടെക്നോളജിയാണത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഇനി പോകാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണിത്. സാധാരണ ഹോട്ടലുകളിൽ എങ്ങനെയാണോ റൂം അറേഞ്ച് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവർ ഈ റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് അറ്റാച്ച്ഡായിട്ട് വാഷ്റൂമും ഉണ്ട്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള വാഷ്റൂം തന്നെയാണ്. ബാത്ത് ടവലുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ ടവൽ വേണമെങ്കിൽ നമുക്ക് ഈ ഷെൽഫിൽ എടുക്കാം. അതുപോലെ അയൺ ചെയ്യാനും തുണി വാഷ് ചെയ്തിട്ട് ഇടാനും ഉള്ള സ്റ്റാൻഡും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ പുറത്തേക്ക് പോകാം. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ രാത്രിയിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. സാധാരണ 10 മണിയാകുമ്പോഴാണ് ഇരുട്ടാവുക. ഞങ്ങളിവിടെ 8:45 എത്തിയത്. അപ്പോൾ നല്ല വെളിച്ചമായിരുന്നു. ഇപ്പോൾ ഇതാ ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ആകാശമൊക്കെ കണ്ട നല്ല എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായി. അപ്പോൾ എല്ലാ വീടുകളിലും ലൈറ്റുകളൊക്കെ തെളിഞ്ഞു. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ പൊതുവേ ഇതൊരു സീസൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്കോട്ട്ലൻഡിലെ ഇൻവർനസ് എന്ന സ്ഥലത്തെ എയർബിഎൻബി ഹോം ടൂറാണ് നിങ്ങളെ കാണിച്ചത്. UK ടൂർ പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കല്ലേ. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി UK സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.